ഫ്രണ്ട്സ്, ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ചാനലിൽ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർക്കണം. ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തൈരാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങാനീര് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടീസ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായി മാരിനേറ്റ് ആവാൻ വേണ്ടി ഒരു 30 മിനിറ്റോളം നമുക്ക് ഈ ചിക്കൻ മാറ്റി വെക്കണം. അപ്പം നന്നായി ഞാൻ മിക്സ് ചെയ്യുകയാണ്. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന തൈരിൽ തന്നെ വെള്ളമുണ്ട്. അപ്പം നമുക്കിത് അടച്ച് വെക്കാം. 30 മിനിറ്റോളം അടച്ച് വെക്കാം. ബാക്കി ഈ കറിയിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ ഈ കറിക്ക്. അപ്പോൾ നമ്മൾ അടുപ്പിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നല്ല നാടൻ ടേസ്റ്റുള്ള കറിയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഉലുവയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഉലുവ പൊട്ടുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ സവാള പെട്ടെന്ന് വാടി കിട്ടുന്നതാണ്. അതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സവാള നല്ല റോസ് കളറായി മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 പച്ചമുളകോളം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നേരത്തെ ചതച്ച് വെച്ചിരിക്കുകയാണ്. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. 2 തക്കാളിയാണ് ഞാൻ എടുത്തത്. 2 തക്കാളിയും 2 സവാളയും മാത്രമാണ് ഈ കറിയിലേക്ക് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. തക്കാളി കുറച്ച് ഉടഞ്ഞ് തുടങ്ങുമ്പോൾ നമ്മളിതിലേക്ക് ബാക്കിയുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. വീണ്ടും നമ്മളിവിടെ 2 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ നമ്മൾ ചിക്കൻ മസാലപ്പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് നമ്മൾ 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത്. പക്ഷേ ഇതിൽ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പൊടികളൊക്കെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മൾ മാക്സിമം 90% കഴിഞ്ഞിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെക്കുക. ചിക്കനിൽ വെള്ളം വരുന്നതുകൊണ്ട് ആദ്യം നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇടയ്ക്ക് അടിക്ക് പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ തുറന്ന് നോക്കണം. ഇളക്കി കൊടുക്കണം. വീണ്ടും അടച്ച് വെച്ച് നല്ലപോലെ വേവിക്കാം. അതിനു മുമ്പ് ആവശ്യത്തിന് നമുക്ക് കറിക്ക് എത്ര ചാറ് വേണോ അത്രയും വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഒരിക്കലും പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ചൂടായിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ ചിക്കൻ കറി എങ്ങനെയാണ് വെറൈറ്റി ആവുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ലെസ് ഇൻഗ്രീഡിയൻസ് ആണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, നമ്മൾ കുറച്ച് സവാള, കുറച്ച് തക്കാളി ഇത്രയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. പൊടികളാണെങ്കിലും ഒരുപാടൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിനൊരു മുളകിട്ട കറിയുടെ സ്വാദ് വരുന്നത് മെയിനായിട്ട് നമ്മൾ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന മുളക് പൊടി പിരിയൻ മുളകും വറ്റൽ മുളകും രണ്ടും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചേക്കുന്ന മുളക് പൊടിയാണ്. അപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ലാസ്റ്റ് വറുത്തിടണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ കുറച്ച് ചുമന്ന ഉള്ളി, അതായത് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നതും ചേർത്ത് വഴറ്റി കൊടുക്കണം. ചെറിയുള്ളിയും ഈ ഉലുവയും ഒക്കെ ആദ്യം നമ്മൾ ഇട്ടത് വേറെ തന്നെ ഒരു നാടൻ ടേസ്റ്റാണ് ഈ കറിക്ക് കൊടുക്കുന്നത്. നമ്മൾ ഈ ചെറിയുള്ളി വാടി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ കറിയിലോട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത്രയും കൂടി ആകുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറുകിയ ചാറാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടി വറ്റിച്ചെടുക്കാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്.
എല്ലാവരും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, എന്ത് അഭിപ്രായമാണെങ്കിലും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എന്നോട് പറയണം. അപ്പോഴേ എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. എങ്കിലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.